നമുക്കിനി കാർഷിക വാർത്തകൾ നോക്കാം. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഹ്രസ്വകാല ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പ്രഖ്യാപിച്ചു. പരിസ്ഥിതി സംരക്ഷക മേഖലയിലേക്ക് യുവാക്കളെ ആകർഷിക്കുകയും പ്രായോഗിക പരിചയം നൽകുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാവുന്ന ഈ പദ്ധതി ജൈവവൈവിധ്യ സംരക്ഷണവും പ്രകൃതി വിഭവ മാനേജ്മെന്റും ഉൾപ്പെടുന്ന മേഖലകളിൽ പരിശീലനം നൽകും. കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് ഹ്രസ്വകാല ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. 1 മാസം മുതൽ 3 മാസം വരെ ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റ് അടിസ്ഥാനത്തിലുള്ള പഠനത്തിലൂടെ NBA-യുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാൻ അവസരം ലഭിക്കും. പരിസ്ഥിതി അവബോധം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം യുവാക്കളെ ജൈവ വൈവിധ്യ അംബാസിഡർമാരാക്കി വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബിരുദ കോഴ്സുകളിൽ 1-ാം വർഷം പൂർത്തിയാക്കിയവർക്കും ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ എല്ലാ സെമസ്റ്ററുകളിലും കുറഞ്ഞത് 70% മാർക്ക് നേടിയിരിക്കണം. ഇന്റേൺഷിപ്പിനായി അപേക്ഷിക്കുന്നവർക്ക് 18 മുതൽ 25 വയസ്സുവരെയാണ് പ്രായപരിധി. വർഷം മുഴുവൻ അപേക്ഷിക്കാനാകുമെങ്കിലും നിർദ്ദേശിച്ച തീയതിക്ക് കുറഞ്ഞത് 2 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയ്ക്കൊപ്പം ബന്ധപ്പെട്ട അക്കാദമിക് സ്ഥാപനത്തിലെ യോഗ്യതയുള്ള അധികാരിയുടെ ശുപാർശ കത്ത് നിർബന്ധമാണ്. തെരഞ്ഞെടുപ്പ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക. ശ്രദ്ധിക്കുക, ഇത് നോൺ സ്റ്റൈപ്പൻഡറി ഇന്റേൺഷിപ്പാണ്. താൽപ്പര്യമുള്ളവർ NBA-യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് തപാൽ വഴി സമർപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഗതാഗത തടസ്സങ്ങളും ഇന്ത്യയിലെ മുട്ട വ്യവസായ കനത്ത പ്രതിസന്ധിയിലേക്ക്. കയറ്റുമതി നിലച്ചതോടെ മുട്ടവില ഇടിഞ്ഞ് കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയെ തുടർന്ന് കയറ്റുമതി പൂർണ്ണമായും നിലച്ചതോടെ വിപണിയിൽ വൻതോതിൽ മുട്ട കെട്ടിക്കിടക്കുകയാണ്. രാജ്യത്തെ പ്രധാന കോഴി വളർത്തൽ കേന്ദ്രമായ നാമക്കലിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഒരു മുട്ടയ്ക്ക് ഏകദേശം 40 പൈസയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വില തുടർച്ചയായി താഴ്ന്നുകൊണ്ടിരിക്കെ ദിവസേന 7 കോടി രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തുറമുഖങ്ങൾ അടച്ചതും വ്യോമഗതാഗത നിയന്ത്രണങ്ങളും കയറ്റുമതി തകരാൻ കാരണമായി. ഇതോടെ വിപണിയിൽ ആവശ്യക്കാർ കുറയുകയും സ്റ്റോക്ക് കൂടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ സംഭരണ വില കുറയ്ക്കാൻ തീരുമാനിച്ചു. നിലവിൽ ഒരു മുട്ടയ്ക്ക് ശരാശരി 1 രൂപയുടെ നഷ്ടം കർഷകർക്ക് സംഭവിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. പ്രതിദിനം 7 കോടിയിലധികം മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന നാമക്കലിൽ നഷ്ടത്തിന്റെ തോത് അതീവ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കർഷകരും കടുത്ത പ്രതിസന്ധിയിലായി. ഇതിനിടെ ചില്ലറ വിപണിയിൽ വലിയ മാറ്റമില്ല. മുട്ട ട്രേയ്ക്ക് ഏകദേശം 85 രൂപ നിരക്ക് തുടരുന്നതിനാൽ ഉൽപ്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള വില വ്യത്യാസം ഉയരുകയാണ്. സ്ഥിതി ഗുരുതരമാകുന്നതിനാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. കയറ്റുമതി പുനരാരംഭിക്കൽ, സംഭരണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, സബ്സിഡി എന്നിവ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് ആവശ്യം. സംഘർഷം തുടരുകയാണെങ്കിൽ മുട്ടവിലയിൽ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകാനിടയുണ്ടെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.